അങ്ങനെ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങളും എത്തി മൂകാംബികയിൽ. ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ദേവീൻ്റെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് വീക്ക് ഡേയ്സിലാണ്, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ പോയത് അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. തിരുവാതിരക്കളിയായിരുന്നു അരങ്ങേറിക്കൊണ്ടിരുന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയത് കുടജാദ്രി മല കയറാൻ വേണ്ടിയിട്ടാണ്. മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും മിസ്സാക്കാത്തൊരു സ്പോട്ടാണ് കുടജാദ്രി. നമ്മുടെ ശങ്കരാചാര്യർ തപസ് ചെയ്ത് സർവജ്ഞപീഠം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചു. ചെക്ക് പോസ്റ്റിന് ശേഷമാണ് നമ്മൾ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അടിപൊളിയായിരുന്നു. എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടുകൂടിയാണ് ആ ഒരു ട്രെക്കിങ്ങിലേക്ക് പോയത്. ഞങ്ങളുടെ കൂടെ വേറെയും 4 ചേട്ടന്മാരുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇന്നിവരെ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് പോയതെങ്കിലും മൊത്തത്തിലൊരു ചിരിയും കളിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് സീറ്റിൽ തന്നെ സീറ്റ് ഉറപ്പിച്ചിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. പിന്നെ മേലെ എത്തിയപ്പം നല്ലൊരു വൈബായിരുന്നു. നല്ലൊരു പീസ്ഫുൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. കുന്നിൻ ചെരുവുകളും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അടുത്ത് നിന്ന് കുന്നിൻ ചെരുവുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. മേലെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്നിരുന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കാറ്റിനൊക്കെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ നല്ല രീതിക്ക് അതിങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും ഞാൻ ഈ ഒരു ട്രിപ്പ് ഈ വയസ്സായ ആൾക്കാർക്കും ബാക്ക് പെയിനുള്ള ആൾക്കാർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്യാവശ്യം റിസ്ക് ആണ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ മേലെ നമുക്കൊരു സ്പോട്ട് വരെ മാത്രമേ ജീപ്പ് സർവീസ് ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഒരു അമ്പലം ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് കയറി തൊഴുതിട്ട് പിന്നെ നമ്മൾ നടന്ന് കയറണം ഒരു അരമണിക്കൂറോളം. എൻ്റെ ലൈഫിൽ ഈ ഒരു രീതിയിലുള്ള നടത്തം ഞാൻ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു മലയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം നടന്നു. കുറച്ച് നേരം അവിടെ ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ കുറേ ദൂരം നടന്നുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാഴ്ചകൾ. നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ചെറിയ രീതിയിൽ കാട്ടിക്കൂടെയും പിന്നെ കുറച്ചൊരു കുന്നിൻ ചെരുവുകളിൽ കൂടെയൊക്കെ കുറച്ചൊക്കെ വെയിലൊക്കെ കൊണ്ട് പോയി. പിന്നെ അതേ എത്തി നമ്മുടെ സ്പോട്ട് സർവജ്ഞപീഠം. ദ ഗ്രേറ്റ് ശങ്കരാചാര്യർ തപസ് ചെയ്ത് സർവജ്ഞപീഠം. മേലെത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച്, അതായത് ഒരു 10-15 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞു. അതിൻ്റെ ആ ഒരു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ആ ഒരു കല്ലിനും കാര്യങ്ങൾക്ക് നല്ല തണുപ്പ്. അത്രയും വെയിലുണ്ടായിട്ടും കൂടെ അവിടെ നല്ലൊരു തണുപ്പായിരുന്നു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ അതേ ജീപ്പിൽ തന്നെ നമ്മൾ ചേട്ടന്മാരുടെ കൂടെ തിരിച്ചറിയുകയും ചെയ്തു.